ആർഷി തുടർന്നു. ശ്രീത്ത്, അതിനൊക്കെ മുമ്പ് അവിടെ പന്തളംകോളിൽ ഒരു മുദ്രാവാക്യമുണ്ട്. രാജൻ ഭുവനൻ മുസ്തഫമാരുടെ, രാജേഷ് ജോബി ആൻഡ്രൂസ്മാരുടെ എരിയുന്ന പുകയുന്ന ചികയുന്ന കുഴിമാടം കൈയുണ്ട് ഞങ്ങൾ ഇന്ന് മാറണം മാറ്റി എഴുതണം എന്ന മുദ്രാവാക്യം. അതിലെ ഭുവനൻ ജി സുധാകരൻ്റെ എന്താ സ്വന്തം ചോരയാണ്, രക്തസാക്ഷിയാണ്. രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അത്തരത്തിൽ തള്ളി ക്ഷമയുടെ ബ്രിമ്മിൽ കൊണ്ട് നിർത്താൻ പാടില്ലായിരുന്നു, അതാര് ചെയ്താലും. ശ്രീത്, വി എസ് അച്യുതാനന്ദനെ പോലെ ജനകീയതയുള്ളപ്പോൾ തന്നെ ജി സുധാകരനുള്ള മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഘടകമെന്ന് പറയുന്നത് അദ്ദേഹം രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന ആളെന്നാണ്. പന്തളം കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ രാഷ്ട്രീയ എതിരാളികളുടെ കൊലക്കത്തിക്കിരയായ ജി ഭുവനേശ്വരൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ജി സുധാകരൻ. അപ്പോൾ രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു പാരമ്പര്യവുമായി പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്ന നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം നൽകിയ അദ്ദേഹം മുതൽക്കൂട്ടായിട്ടുണ്ട്. ഈ പാർട്ടിക്ക് നൽകിയ ഈടുവയ്പ്പുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ പാരമ്പര്യമുള്ള നേതാവാണ് ജി സുധാകരൻ. അങ്ങനെ ഒരു നേതാവിനോട് ഇത്തരത്തിൽ പെരുമാറണോ എന്ന ചോദ്യം പാർട്ടിക്കകത്ത്, പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ വളരെ കാലമായി മുഴങ്ങി കേൾക്കുന്ന ചോദ്യമാണ്. ഇവിടെ ജി സുധാകരന് സീറ്റ് കിട്ടാത്തതോ മന്ത്രിസ്ഥാനം കിട്ടാത്തതോ ഒന്നുമല്ല അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ പ്രകോപിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ എച്ച് സലാമിനെ തോൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ള ആക്ഷേപവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ എളമരം കരീം അധ്യക്ഷനായ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ ശാസിക്കാനും താക്കീത് ചെയ്യാനുള്ള തീരുമാനമാണ് സംസ്ഥാന കമ്മിറ്റി എടുത്തത്. ആ തീരുമാനമാണ് ജി സുധാകരനെ പാർട്ടിക്കും ജി സുധാകരനും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. താൻ 13 പ്രചരണ യോഗങ്ങളിലും അനവധി കുടുംബയോഗങ്ങളിലും അടക്കം പങ്കെടുത്ത് സലാമിന് വേണ്ടി പ്രവർത്തിച്ചിട്ടും തന്നെ ഒറ്റുകാരനാക്കി എന്നുള്ള ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് വിഖ്യാതമായ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന ആക്ഷേപവുമായി ജി സുധാകരൻ ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ ആദ്യമായി പരസ്യമായി രംഗത്ത് വരുന്നത്. അന്ന് 2021 മെയ്യിൽ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചത്. അപ്പോൾ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെ വളർത്തി വലുതാക്കിയ ജില്ലയിലെ നേതാക്കൾക്കെതിരെയായിരുന്നു. എന്നാൽ അന്ന് അദ്ദേഹത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ ഖഡ്ഗമേറ്റ് നിരവധി ആളുകൾ പാർട്ടിയിലെ നല്ല പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ വീണു. അന്നൊക്കെ അദ്ദേഹം സംരക്ഷിച്ചത് ഇപ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിക്കുന്ന നേതാക്കളെ ആയിരുന്നു. അവരുടെ വാളേറ്റ് വീഴാനാണ് ജി സുധാകരൻ്റെ നിയോഗമെന്നതായിരുന്നു പിന്നീട് നമ്മൾ അവിടെ കണ്ടത്. എന്തായാലും സുധാകരനെതിരായ നീക്കങ്ങളെ വളരെ വൈകാരികതയോടെയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങളും കാണുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ അശ്വിൻ പാലാഴിച്ചിരുന്നു. അശ്വിൻ, സംസ്ഥാന സെക്രട്ടറിക്കെതിരെ, ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒക്കെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ആ വിമർശനം എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള വിമർശനമാണ്, അത് കളിയാക്കിച്ചിരിയല്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ജി സുധാകരൻ്റെ ഉള്ളിലെ ആ കാലുഷ്യം സങ്കടം പോവാൻ കഴിയില്ല. അത് CS സുജാത ഇടപെട്ടാൽ പരിഹരിക്കാവുന്ന ഒന്നാണോ അശ്വിൻ? ഹാഷ്മി, ഇതിനു മുൻപും ഇദ്ദേഹം ഒരു പരാതിയുമായി രംഗത്തെത്തിയപ്പോൾ അന്നും ഈ കൂടിക്കാഴ്ചയ്ക്കും അനുനയത്തിനുമൊക്കെ ഈ വീട്ടിലേക്ക് എത്തിയത് CS സുജാതയായിരുന്നു. അന്ന് അത് സജി ചെറിയാനെതിരായ വിമർശനം വലിയ തോതിൽ അദ്ദേഹം ഉയർത്തതിന് പിന്നാലെയായിരുന്നു CS സുജാതയുടെ ആ സന്ദർശനം. പക്ഷേ അന്നും അനുനയത്തിന് വഴങ്ങാനോ അതിന് പിന്നാലെ ആ ഒരു ചർച്ചയിൽ ഒരു പരിഹാരം കാണാനോ സാധിച്ചിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഇപ്പോൾ അതിലും വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ CS സുജാത കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണെങ്കിൽ കേന്ദ്ര സെക്രട്ടറി മെമ്പറാണെങ്കിൽ പോലും ഇവിടേക്ക് എത്തി നടത്തുന്ന ചർച്ചയിൽ ഒരു അനുനയം ഉണ്ടാകും എന്നുള്ള യാതൊരു സാധ്യതയുമില്ല. ശക്തമായ നിലപാട് അദ്ദേഹം തുടരുകയാണ്. ഇന്ന് രാവിലെ വരെ ഒരു നേതാക്കളുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് അദ്ദേഹം വഴിയൊരുക്കിയിരുന്നില്ല. പക്ഷേ ഇന്ന് CS സുജാത വന്നപ്പോൾ വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള അനുനയത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളത് നിലവിൽ വ്യക്തമല്ല. സാധാരണഗതിയിൽ ഇന്നലെ വരെ ഗേറ്റ് അടച്ചിട്ടിരുന്ന ജി സുധാകരൻ്റെ വീടിന് മുന്നിൽ ഇന്ന് ഈ സന്ദർശനത്തിന് പിന്നാലെ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. വാഹനം നേരെ അകത്തേക്ക് കയറ്റുന്നു. അതിന് പിന്നാലെ ഇപ്പോഴും ആ ചർച്ച തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം അദ്ദേഹത്തെ വിളിച്ചിരുന്നു. MA ബേബി ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്യണം, ഞങ്ങളടക്കം അദ്ദേഹത്തെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ആ ബന്ധപ്പെടലൊന്നും ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഉറച്ച നിലപാടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ മെമ്പർഷിപ്പ് പുതുക്കാൻ എന്തായാലും ഇനി ഇല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി ഏകദേശം 3 ദിവസം കൂടി മാത്രമാണ് സ്ക്രൂട്ടിനി പൂർത്തിയാകാനുള്ളത്. അതിനുള്ളിൽ ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്മാറ്റാനുള്ള ശ്രമങ്ങളാണ് അതിശക്തമായി തന്നെ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് സജി ചെറിയാൻ കൂടി ജില്ലയിലുണ്ട്. അദ്ദേഹം കൂടി ഇദ്ദേഹത്തെ വന്ന് കാണുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഒപ്പം ഈ CS സുജാത അടക്കമുള്ള ആളുകൾ, സജി ചെറിയാൻ അടക്കമുള്ള ആളുകളൊക്കെ ജി സുധാകരന്റെ വളർച്ചയിലൂടെ ജി സുധാകരൻ വളർത്തിയെടുത്ത നേതാക്കളാണ് എന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു പാർട്ടി നേതൃത്വം എന്നതിനപ്പുറത്തേക്ക് CS സുജാതയെ മറ്റൊരു വാത്സല്യത്തോടു കൂടി അദ്ദേഹം കാണുന്നു എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിലടക്കം പറഞ്ഞതാണ്. ആ വാത്സല്യം അടക്കം ഇന്നത്തെ ഈ അനുനയ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഘടകമാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ അതൊന്നും ഒരു ഘടകമായി എടുക്കാൻ ജി സുധാകരൻ ഒരുപക്ഷെ തയ്യാറായിക്കില്ല എന്നത് പ്രധാനമാണ്. കാരണം അത്രത്തോളം ഇക്കാലം അത്രയും നേരിട്ട അവഗണന തുറന്നു പറഞ്ഞ ജി സുധാകരൻ ഈ ഒരു പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന നോട്ടീസിൽ പേര് വെച്ചത്
കണക്കിലെടുത്ത് ആ പരിഭവം മറന്ന, പരാതി മറന്ന്, ആ സങ്കടം മറന്ന പാർട്ടിക്കൊപ്പം ഇനി പോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. എന്തായാലും സി സുജാതയുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയില്ല. അവർ വാഹനത്തിൽ കയറി തിരികെ പോകാനാണ് സാധ്യത. ഇപ്പോഴും ആ കൂടിക്കാഴ്ച തുടരുകയാണ്. ഓക്കെ, പെരുമ്പളം പാലത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസിനൊപ്പം ദലീമയ്ക്കൊപ്പം അവിടുത്തെ താഴെ ഒരു നിരയിലുള്ള ചിത്രത്തിൽ ജി സുധാകരൻ്റെ ചിത്രമുണ്ട്. മുഖ്യാതിഥിയാണ് എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ മാതൃഭൂമി പത്രത്തിനോട് അഭിമുഖത്തിൽ അദ്ദേഹം പാർട്ടി നേതാക്കളെല്ലാം വിളിച്ചൊന്ന് ചോദിക്കുന്നുണ്ട്. അഭിമുഖം ചെയ്യുന്ന ആരാണ്? ജോസഫ് മാത്യു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ്, ഗോവിന്ദമാഷും ജില്ലാ സെക്രട്ടറി ആർ നാസറും വിളിച്ചു. പാർട്ടി അംഗത്വം പുതുക്കണമെന്ന് നാസർ ആവശ്യപ്പെട്ടു. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നെ അപമാനിക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞില്ലെന്നാണ് ഗോവിന്ദമാഷ് പറഞ്ഞത്. എനിക്കത്ര പ്രാധാന്യം തരേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യം, ആലപ്പുഴ ജില്ലയിൽ VS-ന് ശേഷം ഏറ്റവും മുതിർന്ന നേതാവല്ലേ താങ്കൾ? കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ മുതിർന്നയാളല്ലായിരുന്നോ? ബ്രാഞ്ച് കമ്മിറ്റിയിലെല്ലാം പങ്കെടുത്ത് ശാന്തമായി പ്രവർത്തിക്കുമ്പോഴും ഞാൻ മുതിർന്നയാൾ തന്നെ ആയിരുന്നില്ലേ? അത്രയേ ഉള്ളൂ കാര്യം. MAV പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കൾ വിളിച്ചാൽ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് തീരുമാനം മാറ്റുമോ എന്ന് ചോദ്യം. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതിൽ കൂടുതലൊന്നുമില്ല. പോസ്റ്റ് ഇട്ടതിന് ശേഷം മാറ്റി പറയുന്നത് ശരിയല്ല. എനിക്ക് എന്ത് പ്രാധാന്യമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അനുനയത്തിന്റെ ഒരു സൂചന ഈ ഏറ്റവും ഒടുവിൽ വരുന്ന ഈ അഭിമുഖത്തിൽ എന്തായാലും കാണാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.